ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. സക്സസ് ബ്ലോക്ക്, അതായത് നിങ്ങളുടെ വിജയത്തിനുള്ള തടസ്സമായി നിൽക്കുന്ന വാസ്തു ഘടകങ്ങൾ. ഒരു 4 ഘടകങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 4 ഘടകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് 4 ഘടകങ്ങളും നിങ്ങളുടെ വിജയത്തിന് ബ്ലോക്കായി നിൽക്കും. സക്സസ് ബ്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണത്? 1, തകർന്ന മിററുകൾ, അതായത് നമ്മളുടെ പൊട്ടിപ്പോയ കണ്ണാടികൾ, എഡ്ജ് പൊട്ടിയ കണ്ണാടികൾ, അല്ലെങ്കിൽ ഫുള്ളായി പൊട്ടിയ കണ്ണാടികൾ, ഡാമേജ് വന്ന കണ്ണാടികൾ. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. കാര്യം ഒരു കണ്ണാടി പൊട്ടി എന്ന് പറയുന്നത്, പക്ഷേ കണ്ണാടിയുടെ എഡ്ജ് ആയിരിക്കും പൊട്ടിയിരിക്കുന്നത്. പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കണ്ണാടിയുടെ എഡ്ജ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കുമ്പോൾ എഡ്ജ് പൊട്ടിപ്പോകുന്ന കണ്ണാടികൾ ഒരു കാരണവശാലും വീട്ടിൽ ഉണ്ടാവരുത്. അത് നിങ്ങളുടെ സക്സസ്സിനെ അത് ബ്ലോക്ക് ചെയ്യും. 2, ചോരുന്ന ചുമരുകൾ. ചോരുന്ന ചുമരുകളെന്ന് പറയുമ്പോൾ നമുക്ക് ലീക്ക് വരാൻ സാധ്യതയുള്ള രീതിയിൽ നിൽക്കുന്ന ചുമരുകൾ, അല്ലെങ്കിൽ ക്രാക്കുകൾ, ഒരുപാട് ക്രാക്കുകളുള്ള ചുമരുകൾ. ഇതെല്ലാം വീട്ടിൽ സക്സസ് ബ്ലോക്കിനുള്ള കാരണം. എന്തെങ്കിലും ക്രാക്ക് വല്ലതും കണ്ടാൽ ഉടനെ തന്നെ അത് റിപ്പയർ ചെയ്യുക, ക്രാക്ക് സീൽ ചെയ്തിട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് വിടുക. അപ്പോൾ അത് കാര്യം എന്ന് വെച്ചാൽ അതിനുള്ള നമുക്ക് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ടെക്നോളജി വളരെ ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്രാക്കായിട്ടുള്ള വാളുകളൊന്നും വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സക്സസ്സിന് ബ്ലോക്കായിട്ട് വരും. ചെറുതായാലും വലുതായാലും ക്രാക്ക് കണ്ടാൽ ഉടനെ തന്നെ അതിനെ അങ്ങ് റെക്ടിഫൈ ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഈ പഴയ ബാഗുകൾ, ഉപയോഗശൂന്യമായ ബാഗുകൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. കാര്യം എടുത്ത് കളയില്ല. സ്വന്തം എനിക്ക് മാനസികമായി വളരെ അടുപ്പമുള്ള ബാഗ്, അങ്ങനത്തെ ബാഗുകളൊക്കെ നിങ്ങൾ കന്നിമൂല ഭാഗത്തേക്ക് അങ്ങ് മാറ്റിയിടുന്നതാണ് നല്ലത്, കഴിയുന്നത്. പക്ഷേ അല്ലെങ്കിൽ ബാഗുകൾ കഴിയുന്നത് വീട്ടിൽ നിന്ന് അത്തരം വസ്തുക്കൾ ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പഴയ ബാഗുകൾ, ഉപയോഗശൂന്യമായിട്ടുള്ള ബാഗുകൾ, നമ്മൾ വെറുതെ ചിലപ്പോൾ സിബ് പോയ ബാഗായിരിക്കാം, ചിലപ്പോൾ അത് കീറിയ ബാഗായിരിക്കാം, ചിലപ്പോൾ എന്നാലും നമുക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം സക്സസ് ബ്ലോക്കിൻ്റെ ഒരു കാരണമാണ്. പിന്നെ ഒരു ജനറൽ റൂൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം നമ്മൾ കഴിയുന്നത് വീട്ടിൽ നിന്ന് മാറ്റണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, ഒരു പുസ്തകമാണ്, നമ്മളൊരു വലിയ ലൈബ്രറി കളക്ഷൻ ഒരാളാണെങ്കിൽ നമ്മൾ 6 മാസത്തേക്ക് ഉള്ളിൽ ഉപയോഗിക്കാത്ത പുസ്തകങ്ങളൊക്കെ എടുത്ത് മാറ്റണമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. പക്ഷേ വസ്തുക്കൾ ഈ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓർത്താൽ മതി. അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ, ഒരിക്കലും നമുക്കൊന്നും പ്രയോജനം ചെയ്യാത്ത വസ്തുക്കൾ നമ്മൾ കൊണ്ടിടും. എന്നെങ്കിലും ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീട് എപ്പോഴും ക്ലീനും സിമ്പിളും ആയിരിക്കുന്നതാണ് വാസ്തുവിന് നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.